പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള പഠനശീലത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊരു തീർത്ഥാടനത്തിലായിരുന്നു, പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ഒരു തീർത്ഥാടനം. തിരുസഭയുടെ തീർത്ഥാടനത്തിൽ സഭയുടെ മുൻപിൽ സഭയെ നയിക്കുന്ന സഭാതാരമായും പിൻപിൽ സഭയുടെ സംരക്ഷകയായും വശങ്ങളിൽ സഭയെ എപ്പോഴും കാത്തുകൊള്ളുന്ന ഒരമ്മയായും പരിശുദ്ധ അമ്മ നിലകൊള്ളുന്നു. അമ്മയുടെ സജീവ സാന്നിധ്യം എന്നും സഭയോട് കൂടിയുണ്ട്. അതുപോലെ തന്നെ ആരായിരുന്നു യേശുവിൻ്റെ അമ്മയായ നസറത്തിലെ മേരി എന്ന് കഴിഞ്ഞ പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട പഠനത്തിനുള്ള സ്രോതസ്സ് ഒന്ന് വിശുദ്ധ ലിഖിതങ്ങളാണ്, ബൈബിൾ. പുതിയ നിയമത്തെ ആധാരമാക്കിയാണ് നാം നമ്മുടെ കഴിഞ്ഞ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. രണ്ടാമത്തെ സ്രോതസ്സ് സഭയുടെ പാരമ്പര്യമാണ്. നമുക്കറിയാം, കുരിശിൽ കിടന്നുകൊണ്ട് അവസാനം കർത്താവ് ഈ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം തൻ്റെ അമ്മയായിരുന്നു. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്, സ്ത്രീ എന്ന് വിളിച്ചുകൊണ്ട് അമ്മയെ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുകയും തിരുസഭയെ അമ്മയായി നൽകുകയും ചെയ്ത ആ പുണ്യ മുഹൂർത്തമെല്ലാം നാം മനസ്സിലാക്കി. ഇത് തിരുസഭ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ യേശുവിനെ സ്വീകരിച്ച ആദിമസഭ എപ്രകാരമാണ് പരിശുദ്ധ അമ്മയെ സ്നേഹപൂർവ്വം സ്വന്തം ഭവനത്തിൽ യോഹന്നാൻ ശ്ലീഹ സ്വീകരിച്ചതുപോലെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചതെന്നും അതെപ്രകാരമാണ് തലമുറകൾക്ക് കൈമാറി ഇന്ന് നമ്മളുടെ കൈവശം, നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പകർന്നു തന്ന ആ വിശ്വാസം എങ്ങനെ വന്നു എന്നതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതേപ്പറ്റി 2000 വർഷത്തെ സഭയുടെ ആ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ സഭാ പഠനങ്ങളുണ്ട്. അതിൻ്റെ ഒരു മകുടമായിരുന്നു സഭയുടെ പ്രമാണരേഖയായ 2ാം വത്തിക്കാൻ കൗൺസിൽ പരിശുദ്ധ കന്യാമറിയത്തെപ്പറ്റി പറയുന്നത്. 2ാം വത്തിക്കാൻ കൗൺസിലിൽ തിരുസഭ എന്ന ആ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ കന്യകയും സഭയും എന്ന അധ്യായത്തിൽ 61ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ദൈവവചനം മനുഷ്യനായി അവതരിക്കണമെന്ന് ദൈവപരിപാലന അനാദിയിൽ നിശ്ചയിച്ചപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവമാതാവായി തിരഞ്ഞെടുത്തു. ഇവിടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന മാതാവിനെ പറ്റിയുള്ള 2 പദമുണ്ട്, പരിശുദ്ധ കന്യകാമറിയവും അതുപോലെ തന്നെ ദൈവമാതാവും. നമ്മുടെ ഈ പഠനം കണ്ടുകൊണ്ട് അനേകർ ചോദ്യങ്ങളും അവരുടെ സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ദൈവമാതാവ് എന്ന മറിയത്തെ വിളിക്കുന്ന ആ ചില സംശയങ്ങൾ. ഇന്നതുകൊണ്ട് നമ്മുടെ പഠനം മേരിയെ എന്തുകൊണ്ട് തിരുസഭ ദൈവമാതാവായി കണക്കാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഇന്നത്തെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അച്ഛൻ പറഞ്ഞുവല്ലോ, തിരുസഭയുടെ പ്രമാണരേഖയിൽ മറിയത്തെ സംബോധന ചെയ്തിരിക്കുന്നത് ദൈവമാതാവെന്നും പരിശുദ്ധ കന്യകയെന്നുമാണ്. അച്ഛൻ്റെ ചോദ്യം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. നിത്യവചനത്തിൻ്റെ സൃഷ്ടിയുടെ ഇതിൽ മറിയത്തിന് പ്രത്യേകിച്ച് പങ്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മേരിയെ എന്തുകൊണ്ട് ദൈവമാതാവ് എന്ന് വിളിക്കുന്നു? അച്ഛ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? ലിൻഡോയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എങ്കിൽ എന്തുകൊണ്ട് നിത്യവചനത്തിൻ്റെ നിത്യവചനത്തിൻ്റെ സൃഷ്ടിയിൽ മാതാവിന് യാതൊരു പങ്കുമില്ല,
പിന്നെ എങ്ങനെ മാതാവിനെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു? ഇതല്ലേ ചോദ്യം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്താണ് ഈ സുവിശേഷകൻ ഇവിടെ വിവക്ഷിക്കുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയുണ്ടായിരുന്നു. എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തെ 14-ാം വാക്യത്തിൽ പറയുന്ന ഇതാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം ആരാണ്? എന്താണ്? അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഈ മനുഷ്യാവതാരം, ദൈവം മനുഷ്യാവതാരമായി മറിയത്തിലൂടെ ലോകത്തിൽ പിറക്കുകയാണ്. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതായത് യേശു ദൈവപുത്രനാണ്. ഈ ദൈവമാതാവ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ബന്ധിപ്പിക്കുന്നില്ല. ഇവിടെ ബന്ധം വരുന്നത് ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആളായ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം ആ യേശു ക്രിസ്തുവിന്, അത് ദൈവമായിരുന്ന ആ യേശുവിന് മനുഷ്യനായി അവതരിക്കുവാൻ മറിയം അമ്മയായി തീരുകയാണ്. അതായത് മറിയത്തിൽ നിന്നാണ് വചനം മനുഷ്യ സ്വഭാവവും ആ മനുഷ്യ വ്യക്തിത്വവും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് ദൈവ സ്വഭാവം, ദൈവത്വം, അതുപോലെ തന്നെ മനുഷ്യത്വം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുമ്പോഴാണ് യേശു ക്രിസ്തു എന്ന് നമ്മൾ വിളിക്കുന്നത്. മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഒന്നിച്ച് ഒരു വ്യക്തിയിൽ ഒന്നിച്ചു ചേരുന്നു. ഈ ചേരുന്ന വ്യക്തിയുടെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയം. യേശു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. അവിടുന്ന് പിതാവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കാണുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്കായി നൽകുന്നു. എന്നാൽ മേരി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അമ്മയല്ല, ആ ത്രിത്വത്തിൻ്റെ രണ്ടാമത്തെ ആളായ യേശു ക്രിസ്തുവിൻ്റെ. അതിന് തന്നെ നമുക്ക് ഇത് വെളിപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം അധ്യായം 1 വാക്യം 20 ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം അധ്യായം 1 വാക്യം 20. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇവിടെ മേരി ഗർഭം ധരിക്കുന്നത് മാനുഷികമായ രീതിയിലല്ല, അത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്നുള്ളത് വ്യക്തമായി നമ്മുടെ സുവിശേഷത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് പിറക്കാൻ പോകുന്ന ആ ശിശു ദൈവത്തിൻ്റെ പുത്രൻ, നമ്മോടുകൂടെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതുവഴിയാണ് മേരി ദൈവപുത്രൻ്റെ അമ്മയായിത്തീരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ മേരി ദൈവമാതാവാണ്. ഇതിനെയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നത്. എലിസബത്ത് മേരിയെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ ഞാൻ എങ്ങനെ ഭാഗ്യമുണ്ടായി. എൻ്റെ കർത്താവിൻ്റെ അമ്മ, അതിൻ്റെ അർത്ഥം മേരി യേശുവെന്ന ദൈവപുത്രൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് മറിയത്തെ ദൈവമാതാവെന്ന് സഭ വിളിക്കുന്നത്. അച്ഛാ, നസ്രത്തിലെ മേരി മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അമ്മയാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു മേരിയെ സാധാരണ അവസരങ്ങളിൽ അമ്മ എന്നും സംബോധന ചെയ്യുന്നതായി നമുക്കറിയാം. ഒരു ശിശുവിന് ജന്മമേകുന്ന ഒരു സ്ത്രീയുടെ മാതൃത്വം എന്നും ഈ ലോകത്തിൽ ബഹുമാനിക്കപ്പെടുന്നതാണ്. എന്നാൽ അച്ഛൻ പറഞ്ഞുവല്ലോ മേരിയുടെ ദൈവമാതൃത്വത്തെപ്പറ്റി. എന്താണ് ഈ ദൈവമാതൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
യേശുവിൻ്റെ അമ്മയാണ് മറിയം. സുവിശേഷം വളരെ കൃത്യമായി ഇതേപ്പറ്റി നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും യേശു തന്നെ തൻ്റെ അമ്മയെ സംബോധന ചെയ്യുമ്പോഴും അമ്മ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 1:18 അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കെ. അപ്പം മേരിയുടെ ആ മാതൃത്വത്തെ പറ്റിയാണ് പറയുന്നത്, സ്വാഭാവികമായ മാതൃത്വം. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 2:13 മാലാഖ ജോസഫിന് സന്ദേശം കൊടുക്കുന്നുണ്ട്, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ. യേശു തന്നെ തൻ്റെ അമ്മയെ വിളിക്കുന്ന രംഗം ആ കുരിശിൻ ചുവട്ടിൽ വെച്ച് നാം കാണുന്നുണ്ട്. യേശു കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുന്നു. ഇതെല്ലാം യേശുവും മേരിയും തമ്മിലുള്ള സ്വാഭാവിക ആ മാനുഷിക മാതൃത്വത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന് മറ്റൊരു മാതൃത്വം കൂടി സഭ പാരമ്പര്യത്തിൽ തന്നെ വിശ്വസിച്ച് ഇന്നും പഠിപ്പിക്കുന്നു, നാം വിശ്വസിക്കുന്നു. അത് ദൈവമാതൃത്വമാണ്. ആരുടെ അമ്മയായിരുന്നു നസറത്തിലെ മേരി? അത് യേശുക്രിസ്തുവിൻ്റെ. യേശുക്രിസ്തു ആരായിരുന്നു? മനുഷ്യാവതാരം ചെയ്ത ദൈവമായിരുന്നു. ആ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ദൈവത്തിന് ആ വ്യക്തിക്ക് 2 സ്വഭാവം, മാനുഷികമായ സ്വഭാവം, ദൈവികമായ സ്വഭാവം. ഈ മാനുഷികമായ സ്വഭാവം മേരിയിൽ നിന്ന് സ്വീകരിച്ചു. ദൈവിക സ്വഭാവം അവതരിച്ച വ്യക്തി യേശുക്രിസ്തു സ്വഭാവത്താലെ ദൈവമായിരുന്നു, ത്രിത്വത്തിൻ്റെ 2ാമത്തെ വ്യക്തിയായിരുന്നു. എന്നാൽ ഈ ലോകത്തിൽ പിറന്നപ്പോൾ മേരിയിൽ നിന്നും മാനുഷിക സ്വഭാവം സ്വീകരിച്ച് ഒറ്റ വ്യക്തിയായി മാറുകയാണ്. അവിടെ യേശു നമ്മുടെ വിശ്വാസമനുസരിച്ച് മനുഷ്യനാണ്, ദൈവമാണ്. അതല്ലാതെ യേശുവിൻ്റെ മനുഷ്യ സ്വഭാവത്തിൽ നിന്നും ദൈവ സ്വഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് യേശുവിനെ കാണാൻ സാധിക്കുകയില്ല. ഒരു വ്യക്തി, ആ വ്യക്തിയിൽ ഈ 2 സ്വഭാവവും കൂടി ഒന്നുചേരുമ്പോൾ ആ ഒന്നുചേരുന്ന വ്യക്തിയുടെ അമ്മയാണ് നസറത്തിലെ മേരി. ഇതുകൊണ്ടാണ് മേരിക്ക് ദൈവമാതൃത്വവും എന്ന് പറയുന്നത്. അത് ഈ ലോകത്തിൽ മറ്റൊരു വ്യക്തിക്കും കിട്ടാത്ത ഉന്നതമായ സ്ഥാനമഹിമയാണ്, ഉന്നതമായ ഒരു വിളിയാണ്, ഒരു വലിയ ദൗത്യമായിരുന്നു മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ അമ്മയാകുവാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് അന്നും ഇന്നും തിരുസഭയിൽ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ എന്ന് നാം വിളിക്കുന്നതും ആ ദൈവമാതൃത്വത്തിന് അതിൻ്റേതായ വലിയ പ്രാധാന്യം തിരുസഭയിൽ നൽകുന്നതും. അച്ഛാ, എൻ്റെ ചോദ്യവും ദൈവമാതാവ് എന്ന ആ സംബോധനയെ പറ്റി തന്നെയാണ്. വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും തന്നെ യേശുവിൻ്റെ അമ്മയായി നസ്രത്തിലെ മേരിയെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. അത് സുവിശേഷങ്ങളിലായാലും ലേഖനങ്ങളിലായാലും. അതിന് പകരമായിട്ട് സ്ത്രീ, അമ്മ എന്നീ പദങ്ങളാണ് സാധാരണഗതിയിൽ ഉപയോഗിച്ചു കണ്ടിരുന്നത്. എന്തടിസ്ഥാനത്തിലാണ് നാം കത്തോലിക്കർ മറിയത്തെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇതൊരു വിശ്വാസ സത്യമായി വരുന്നതിനുണ്ടായ ചരിത്ര പശ്ചാത്തലം ഒന്ന് വ്യക്തമാക്കാമോ? നാം കണ്ടല്ലോ, മേരി യേശുവിൻ്റെ സ്വാഭാവികമായ മാനുഷികമായ അമ്മയാണ്. അതേപ്പറ്റി നമുക്ക് സംശയമൊന്നുമില്ല. എന്നാൽ യേശു ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയും താനും പിതാവും ഒന്നാണെന്നും ആ ത്രിത്വൈക രഹസ്യം യേശു പലതവണകളായി തൻ്റെ പ്രസംഗത്തിലൂടെ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. ത്രിത്വത്തിൻ്റെ 2ാമത്തെ വ്യക്തിയാണെന്ന് സഭ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ ത്രിത്വത്തിൻ്റെ 2ാമത്തെ വ്യക്തി മനുഷ്യാവതാരം ചെയ്തതുകൊണ്ടാണ് ആ മനുഷ്യാവതാരം ചെയ്ത വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള അമ്മ മേരി ആയതുകൊണ്ടാണ് ദൈവമാതാവ് എന്ന് നാം വിളിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ ഒരു കാര്യം സഭയുടെ ആദ്യ നൂറ്റാണ്ട് മുതൽ പാരമ്പര്യത്തിൽ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മേരിയെ അന്നത്തെ കാലത്ത് വിളിച്ചിരുന്നത് പാൻ അഗിയ, ഓൾ ഹോളി, പരമപരിശുദ്ധിയായിട്ടാണ്. ഈ പരിശുദ്ധി മേരിക്ക് ലഭിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ കാരുണ്യവും കൃപാവരവുമായിരുന്നു. അത് യേശുവിലൂടെ മേരി സ്വീകരിച്ചതുകൊണ്ടാണ്
കാരണം യേശു ദൈവപുത്രനാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത്, അതായത് 170 മുതൽ 235 വരെ ജീവിച്ചിരുന്ന റോമിലെ മെത്രാനായിരുന്നു ഹിപ്പോളിറ്റസ്. ഹിപ്പോളിറ്റസാണ് ആദ്യമായി മേരിയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത്. അതിന് ചരിത്രരേഖകൾ നമുക്കുണ്ട്. അങ്ങനെ വിളിക്കണമെങ്കിൽ ആ ഒരു പാരമ്പര്യം അന്ന് സഭയിൽ വളരെ സജീവമായിരുന്നു. പിന്നീട് 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ അത്തനാസിയോസിൻ്റെ സമയത്താണ് മേരിയെ ദേവമാതാവ് എന്ന് വിളിക്കുവാൻ സഭാംഗങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതും അത് സഭ മുഴുവൻ ഒന്നായി വരുന്നതും. എന്നിട്ട് ഇതിന് പല തർക്കങ്ങളും പല വിമർശനങ്ങളും ഉണ്ടായി. എങ്ങനെ മേരി എന്ന മനുഷ്യ സ്ത്രീയെ ദൈവമാതാവ് എന്ന് വിളിക്കാൻ സാധിക്കുമെന്നൊക്കെ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് AD 431 എഫെസൂസിൽ വെച്ച് ഒരു സാർവത്രിക സൂനകദോസ് വിളിച്ചുകൂട്ടി. ആ സാർവത്രിക സൂനകദോസിൽ വെച്ച് ഈ ഒരു വിഷയം അവർ ചരിത്രപരമായും അതുപോലെ തന്നെ ബൈബിളിനെ അടിസ്ഥാനമാക്കി പഠിക്കുകയും സഭ ഔദ്യോഗികമായിട്ട് ഒരു ഡിഗ്രി ഇറക്കുകയും ചെയ്തു. അതിൽ മേരിയെപ്പറ്റി പറയുന്നത് മേരി ദൈവമാതാവ്. അതിൻ്റെ ഗ്രീക്ക് പദമാണ് തേയോത്തക്കോസ്, ഗോഡ് ബെയറർ, ദൈവത്തെ വഹിച്ചിരുന്നവൾ. ഇതാണ് കൊടുക്കുന്നത്. അതിനകത്തെ നിർവചനം ഇതാണ്: എമ്മാനുവേൽ യഥാർത്ഥത്തിൽ ദൈവമാണെന്നും തൽക്കാരണത്താൽ പരിശുദ്ധ കന്യക യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അമ്മയാണെന്നും വിശ്വസിച്ച് ഏറ്റുപറയാത്തവൻ തിരസ്കൃതനാകട്ടെ. ഇവിടെയാണ് സഭ ഔദ്യോഗികമായിട്ട് ദൈവത്തിൻ്റെ അമ്മ എന്ന് പഠിപ്പിക്കുന്നത്. ഈ നിർവചനത്തെയാണ് പിന്നീട് സഭാ പഠനങ്ങളും രണ്ടാം വത്തിക്കാൻ സൂനകദോസൊക്കെ വളരെ വ്യക്തമായി കൊണ്ടുവരുന്നത് മേരി ദൈവമാതാവാണ്. ആ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ ഒരു സ്ഥാനമഹിമ മേരിക്ക് മാത്രമേ ലോകത്തിന് നൽകപ്പെട്ടിട്ടുള്ളൂ. അത് ക്രിസ്തു എന്ന ആ പരിശുദ്ധത്വത്തിൻ്റെ രണ്ടാമത്തെ ആളിൻ്റെ ആ മഹിമയുടെ പങ്കുചേരുന്നതാണിത്. അച്ഛ, 4-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവമാതൃത്വത്തിനെതിരായി നെസ്തോറിയനിസം എന്നൊരു സിദ്ധാന്തം സഭയിൽ വന്നതായി വായിക്കുകയുണ്ടായി. അച്ഛൻ അതിനെപ്പറ്റിയും ദൈവമാതൃത്വത്തെപ്പറ്റിയും തിരുസഭയുമായുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ടീനയുടെ ചോദ്യം, പല ചോദ്യങ്ങളും ഞങ്ങൾക്കിതിന് മുമ്പിലെ തന്നെ ലഭിച്ചിട്ടുണ്ട്. കാരണം യേശുവിൻ്റെ അമ്മയുടെ ആ ദൈവമാതൃത്വത്തെപ്പറ്റി ആദിമ നൂറ്റാണ്ടിൽ മുതൽ സഭയിൽ ശക്തമായ ആഴമായ വിശ്വാസമുണ്ടായിരുന്നത് പോലെ തന്നെ അന്നും പലരും ഇതിനെ വിമർശിക്കുമായിരുന്നു. അത് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന് 4-ാം നൂറ്റാണ്ടായപ്പോൾ കോൺസ്റ്റന്റിനോപ്പിളിലെ മെത്രാപ്പൊലിത്ത ആയിരുന്ന നെസ്തോറിയൻ ഒരു പുതിയ സിദ്ധാന്തം കൊണ്ടുവന്നു. അതിൽ പറയുന്ന ഇതാണ്: യേശു എന്ന വ്യക്തിക്ക് 2 സ്വഭാവം, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും. ഈ മനുഷ്യ സ്വഭാവത്തിൻ്റെ മാത്രം അമ്മയായിരുന്നു മേരി. അതല്ലാതെ ദൈവ സ്വഭാവത്തിൻ്റെ അമ്മയായിരുന്നില്ല. അപ്പോൾ യേശുവിൽ 2 വ്യക്തിത്വം ഉണ്ടായിരുന്നത് സെപ്പറേറ്റഡായിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. മനുഷ്യയാളും ദൈവയാളും. ആ മനുഷ്യയാളിൻ്റെ വ്യക്തിയാണ്, ആ അമ്മയാണ് മേരി, അല്ലാതെ ദൈവത്തിൻ്റെ അമ്മ അല്ല എന്നാണ്. ഇതിനാണ് നെസ്തോറിയനിസം എന്ന് പറയുന്നത്. അത് സഭ അതിനെ ആരംഭം മുതലേ എതിർത്തിരുന്നു. കാരണം ബൈബിളിൽ നാം കാണുന്ന യേശു ദൈവവും മനുഷ്യനുമാണ്. യേശു ഒരിക്കലും താൻ ദൈവം തന്നെയാണെന്നോ അല്ലെങ്കിൽ താൻ മനുഷ്യൻ തന്നെയാണെന്നോ പറയുന്നില്ല. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. അപ്പോൾ ആ പിതാവും യേശുവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം യേശു വ്യക്തമായി കൊണ്ടുവരുന്നുണ്ട് സുവിശേഷത്തിലൂടെ. ആ യേശുവിൻ്റെ അമ്മയാണ് മറിയം. അപ്പോൾ നെസ്തോറിയൻ്റെ ഈ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ബൈബിളിൻ്റെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ, യേശുവിൻ്റെ വെളിപാടിൻ്റെ വെളിച്ചത്തിലെന്ന് സഭ ആരംഭം മുതലേ
പഠിപ്പിക്കുകയും അതുപോലെ തന്നെ എഫെസൂസിൽ 431 കൂടിയ സൂനദോസിൽ വെച്ച് ഇതെന്താണെന്ന് കൃത്യമായി നിർവചിച്ച ശേഷം ആ നെസ്തോറിയനെ തള്ളിപ്പറയുകയും ചെയ്തു. ഇതാണ് നെസ്തോറിയനിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദൈവമാതൃത്വവും തിരുസഭയും തമ്മിലുള്ള ബന്ധം. ദൈവമാതൃത്വത്തിന് വളരെ അഗാധമായ ഒരു അർത്ഥമുണ്ട്. ഒന്ന്, ഇത് യേശുവിൻ്റെ ഏകത്വത്തെയാണ് കാണിക്കുന്നത്. യേശുവാണ് സഭയുടെ ശിരസ്സ്. ആ ശിരസ്സിലെ അംഗങ്ങളാണ് മേരി ഉൾപ്പെടുന്ന നാം എല്ലാവരും. അപ്പോൾ അവിടെ ദൈവമാതൃത്വം എന്ന് പറയുന്നത് തിരുസഭയുമായിട്ട് അതുകൊണ്ട് അഭേദ്യമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒന്നായി ചേർന്നിരിക്കുന്ന ശിരസ്സായിരിക്കുന്ന യേശുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മൾ. ഇതേപ്പറ്റി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് മേരിയുടെ ഈ മഹത്തായ ദൈവവിളിയെന്നും അതെപ്രകാരം ഇന്നും മേരി തിരുസഭയിൽ തുടർന്നുകൊണ്ട് പോകുന്നുവെന്നും തിരുസഭ പഠിപ്പിക്കുന്നു. അതിതാണ്, ഒരേ സമയം കന്യകയും മാതാവുമായ മറിയം സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷാത്കാരവുമാകുന്നു. വിശ്വാസപൂർവ്വം ദൈവവചനം സ്വീകരിക്കുക മൂലം സഭ തന്നെ തീർച്ചയായും ഒരമ്മയായിത്തീരുന്നു. സുവിശേഷ പ്രഘോഷണവും മാമോദീസായും വഴി പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥരായി ദൈവത്തിൽ നിന്ന് പിറക്കുന്ന മക്കൾക്ക് അവൾ നവീനവും സനാതനവുമായ ജീവൻ പകർന്നു കൊടുക്കുന്നു. തൻ്റെ പ്രിയ മണവാളിന് അവൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലും അവികലതയിലും കാത്തു സൂക്ഷിക്കുന്ന സഭയും കന്യകയാണ്. അപ്പോൾ മാതാവിനെയാണ് ഒരു മാതൃകയും ഒരു പ്രതീകവുമായിട്ട് സഭയുടെ പ്രതീകമായിട്ട് കൊണ്ടുവരുന്നത്. അതുവഴി മാതാവ് എപ്രകാരം യേശുവിന് ജന്മം നൽകി വളർത്തി ഈ രക്ഷ ലോകത്തിന് നൽകിയോ അപ്രകാരം തന്നെ തിരുസഭയും ദൈവമക്കൾക്ക് ജന്മം നൽകി വളർത്തി ആ സ്വർഗരാജ്യത്തിലേക്ക് അവരെ നയിക്കുന്നു. ഇതാണ് തിരുസഭയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ആ ബന്ധവും പ്രത്യേകിച്ച് ദിവ്യ മാതൃത്വം എപ്രകാരം ഇന്നും സഭയിൽ അത് നിലനിൽക്കുന്നുവെന്ന് നാം വിശ്വസിക്കാനുള്ള അടിസ്ഥാന കാരണവും. മാതാവിൻ്റെ ഈ പഠനം നമ്മൾ തുടരുമ്പോൾ പല ചോദ്യങ്ങളിൽ നിന്നും ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പരിശുദ്ധ അമ്മയെപ്പറ്റി അറിയണമെന്ന ആഗ്രഹത്തോടൊപ്പം തന്നെ പലർക്കും ഇതിലൊത്തിരി അജ്ഞത വളരുന്നുണ്ട്. ആ അജ്ഞത വളർന്നവർ ആത്മാർത്ഥമായി ചോദ്യം ചോദിക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടി നമുക്ക് സന്തോഷവുമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ സമയത്ത് പഠിച്ചത് എന്തുകൊണ്ട് നസ്രത്തിലെ സാധാരണ ഒരു സ്ത്രീയായ മേരിയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം നാം കണ്ടു. വിശുദ്ധ ബൈബിളാണ്. അതുപോലെ തന്നെ ആ ബൈബിൾ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച് രക്ഷ പ്രാപിച്ച ആദിമ ക്രൈസ്തവരുടെ ആ വിശ്വാസമാണ്. അതിലാണ് നമ്മുടെ വിശ്വാസമൊക്കെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇനിയും മാതാവിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ തീർത്ഥാടനം സഹായകരമായിരിക്കും. മാതാവിൻ്റെ മധ്യസ്ഥം അവരോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും. അതിനായി നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനിയും നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾ ശാലോമിലേക്ക് എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥവും സഹായവും സംരക്ഷണവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും
ഭയമില്ലാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ.